ഞാനിന്ന് കാലത്ത് എണീറ്റപ്പോൾ തന്നെ എനിക്ക് മനസ്സിലിങ്ങനെ വീട്ടിലേക്ക് പോകണം എന്നുള്ള ഒരൊറ്റ ചിന്തയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിക്കൊന്നും ചെയ്തില്ല. അപ്പോൾ കാലത്താണെച്ചെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം വെജിറ്റബിൾ ബിരിയാണി വെച്ചു. അതാവുമ്പോൾ എളുപ്പമാണ്, പെട്ടെന്നാവും. ആര്യന് ഇഷ്ടമാണ്. അപ്പോൾ അവന് കൊടുത്തയക്കാൻ വേണ്ടി വെജിറ്റബിൾ ബിരിയാണി വെച്ചു. പിന്നെ ഞങ്ങൾക്ക് രാത്രിക്കും അതന്നെ മതി. അപ്പോൾ വേഗം അത് റെഡിയാക്കി. പിന്നെ സേമോൾക്കും ആര്യനും കൊടുക്കാൻ വേണ്ടിയിട്ട് പഴം നന്നായി പഴുത്തതിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നെയ്യിലിട്ട് വഴറ്റി റെഡിയാക്കി വെച്ചു. അതാകുമ്പോൾ രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവരത് കഴിച്ചോളും. പിന്നെ സീമോളുടെ അങ്ങനെ പിന്നാലെ നടന്ന് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവളത് പെട്ടെന്ന് കഴിച്ചോളും. ആര്യനുള്ള ലഞ്ചും പിന്നെ ടിഫിനൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചുട്ടാ വേഗം തന്നെ. ആര്യനെ തറവാട്ടിലാക്കി കൊടുത്തിട്ട് വേണം പോവാൻ. നേരത്തെ എൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഒരു 2-3 ബസ്സൊക്കെ കയറി ഇറങ്ങണം. ആര്യന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പോയിട്ട് പിന്നെ ഞാൻ വേഗം റെഡി ആയിട്ടോ. ഞാൻ വേഗം കുളിച്ച് റെഡിയായി വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് ഞാൻ ചോറാണ് കഴിക്കുന്നത്. അതിൻ്റെ ശേഷം പിന്നെ ഞാൻ 8:30 ആകുമ്പോഴേക്കും അവിടെ നിന്ന് പോന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബസ്സിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സേമോള് നല്ല ഉറക്കമായി. അങ്ങനെ ഒരു 10 മണിയാകുമ്പോഴേക്കും ഞങ്ങളിതാ അമ്മയുടെ കടയിലെത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, വീട്ടിലാരുമില്ല. വീട്ടിൽ ചേച്ചി ജോലിക്ക് പോയിരിക്കുക, കുട്ടികൾ ക്ലാസ്സിന് പോയിരിക്കുകയാണ്. അപ്പോൾ നേരെ കടയിലേക്കാണ് വന്നത്. കടയിൽ വന്ന് കയറിയപ്പോൾ തന്നെ അവൾക്ക് മിഠായിയാണ് വേണ്ടത്. അപ്പോൾ അത് അമ്മ മിഠായിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. പറയുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നുള്ളത്. അപ്പോൾ അമ്മ ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുത്തിട്ടുള്ള ഫുഡൊക്കെ എടുത്തിട്ട് ഞാനും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ കൊടുന്നുള്ളതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അത് കഴിച്ചു. രസമൊക്കെ കണ്ടപ്പോൾ പിന്നെ എനിക്ക് പിന്നെ അപ്പം കഴിക്കണം ചോറ്. ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ അതാ രസമൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കുക. എനിക്ക് ഈ രസമൊക്കെ നല്ല ഇഷ്ടമാണ്. അന്ന് ഞാൻ അമ്മോട് രസം ഇതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകാൻ പറഞ്ഞു. ചോറിനെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു ഐസ്ക്രീം എടുത്തുട്ടാ കഴിക്കാൻ വേണ്ടിയിട്ട്. ഐസ്ക്രീം എടുത്തപ്പോഴേക്കും ഇതേ സീമോള് വന്നിട്ട് എൻ്റെ അടുത്ത് വാങ്ങി കഴിക്കുകയാണ്. ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ സീമോളേനെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാൻ പുറത്ത് പോയി. എനിക്ക് ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ അമ്മയ്ക്ക് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ആദ്യം. ആ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ അവിടെ ഈ ഫുഡ് ഇൻസ്പെക്ടറോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലോ, അവർ വന്നിട്ട് അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരേനെ എന്തൊക്കെയോ അവിടെ നിന്ന് കംപ്ലയിൻറ്റും ഫൈനൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് വാങ്ങാതെ വേറെ കടയിൽ നിന്ന് പോയിട്ട് വാങ്ങിയിട്ടാണ് വന്നത്. എങ്ങനെയാണ് പുറത്തുനിന്ന് വിശ്വസിച്ച് ഫുഡൊക്കെ വാങ്ങി കഴിക്കുകയല്ലേ. അങ്ങനെ ടി വിയിലും ഇതിലൊക്കെ കാണുമ്പോൾ അത്ര തോന്നാറില്ല. പക്ഷെ നേരിട്ട് കൺമുന്നിൽ കാണും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നല്ല കുട്ടിയാണ് കണ്ട. ഗുഡ് ഗേൾ.